പെരുവാരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. അഡ്വക്കേറ്റ് ടി.ആർ. രാമനാഥൻ, ഇന്ദിരാദേവി എന്നിവരായിരുന്നു യജ്ഞാചാര്യന്മാർ. സമാപനത്തോടനുബന്ധിച്ച് ഇന്ദിരാദേവി ടീച്ചറുടെ പ്രഭാഷണത്തിൽ നിന്ന് ഗുണങ്ങളെ കൊണ്ട് പുരുഷൻ ഏതേത് സ്വഭാവക്കാരനാകുന്നു എന്ന് പറയാൻ സാധിക്കും എന്ന് ഭഗവാൻ പറയാണ്. അതായത് തിരിക്ഷ, ദമം, ശമം, സത്യം, ത്യാഗം ഇതൊക്കെ ഉള്ള ആള് സത്വഗുണത്തിൽ പ്രധാനിയാണ് എന്ന് പറയുന്നു. പിന്നെയോ ആശ, ഗർവം, യത്നം, അപ്പൊ ഇതെല്ലാം ആ രജോഗുണത്തിന്റെ ലക്ഷണങ്ങളാണ്. ക്രോധം, ലോകം, ഭ്രമം ഇതെല്ലാം ആ തമോ ഗുണത്തിന്റെ ലക്ഷണങ്ങളാണ് എന്ന് പറയുന്നു. ഇപ്പൊ മനുഷ്യന്റെ ഇന്ത്യ വ്യാപാരങ്ങളിൽ ഇതെല്ലാം ഇടകലർന്ന് വരുന്ന ഒരു മനുഷ്യനിപ്പോ ഒരാൾക്ക് രജോഗുണം മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് തമോ ഗുണം മാത്രമായിട്ട് അങ്ങനെ ഇല്ല. എല്ലാവർക്കും ഈ മൂന്ന് ഗുണങ്ങളും ഉണ്ടാവും. പക്ഷെ ചിലത് കൂടുതലായിരിക്കും, അതാണ് ചിലത് കുറഞ്ഞിരിക്കും. അങ്ങനെയാണ് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ ആ തന്റെ കർമ്മങ്ങളെ കൊണ്ട് ഈ ഭക്തിപൂർവ്വം ഭഗവാനെ ഉപാസിക്കുന്നവൻ തത്വപ്രധാനിയാണ്. അപ്പൊ വിഷയത്തുകൊണ്ട് ഉപാസന, അതായത് വിഷയങ്ങളെ കൊണ്ട് ഒരാൾ ഉപാസിക്കുകയാണെങ്കിലും അതിൽ രജോഗുണ പ്രധാനിയാണ്. മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നവനാണെങ്കിൽ അവൻ തമോ ഗുണ പ്രധാനിയാണ് എന്ന് പറയുന്നു. അപ്പൊ സത്വഗുണത്തിൽ നിന്ന് എന്തുണ്ടാവുന്നു? കർമ്മജ്ഞനുണ്ടാവും. രജോഗുണത്തിൽ നിന്ന് ഐശ്വര്യവും കീർത്തിയും എല്ലാം ഉണ്ടാവും. തമോ ഗുണത്തിൽ നിന്നാണെങ്കിൽ ശോകമോഹങ്ങളാണ് ഉണ്ടാവുന്നത്. ദേവന്മാരെങ്ങനെയുള്ളവരാണ്? സത്വഗുണ പ്രധാനികളാണ് ദേവന്മാർ. മനുഷ്യരോ രജോഗുണ പ്രധാനികളാണ്. അസുരന്മാര് തമോഗുണ പ്രധാനികളാണ്. അതേപോലെ അവസ്ഥ പറയുകയാണെങ്കിൽ ജാഗ്രത അവസ്ഥയാണ് സത്വഗുണം കൊണ്ട് പറയുന്നത്. സ്വപ്നം രജോഗുണ പ്രധാനവും, സുഷുപ്തി തമോഗുണ പ്രധാനമാണ്. അങ്ങനെ ആ ശുദ്ധ പദാർത്ഥപ്രിയമായിട്ട് ഈ സത്വഗുണ പ്രധാനി വിപ്രനാണ്. ഇങ്ങനെ രസങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ അത് രജോഗുണ പ്രധാനിയാണ്. പിന്നെ ദുഃഖം ജനിപ്പിക്കുന്ന വസ്തുക്കളുടെ പ്രീതിയുള്ളവൻ തമോഗുണ പ്രധാനിയാണ്. അങ്ങനെ ആ ഗുണങ്ങളനുസരിച്ചുള്ള ആ ഓരോരുത്തരുടെയും ആ സ്വഭാവം വ്യത്യാസം അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ 26-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അയിളഗീത എന്ന് പറഞ്ഞിട്ട് അയിളൻ എന്ന ചക്രവർത്തി മുമ്പ് പറഞ്ഞതാണ്. എന്താ പുരുവസിന്റെ കഥ, പുരുവസും ഉർവശിയും കൂടിയുള്ള കഥ. അതാണ് ആ കഥ പിന്നെ പറയുകയാണ് ഇതിനകത്ത്. അയിളൻ എന്ന ചക്രവർത്തി ഉർവശിയുടെ വിയോഗം കൊണ്ട് ഇങ്ങനെ മോഹിതനായി അവളുടെ പുറകെ ഇങ്ങനെ ഒരു പ്രാന്തനെ പോലെ വർഷങ്ങളോളം നടന്നതും പിന്നെ ആ മോഹത്തിൽ നിന്ന് മോഹിതനായപ്പോൾ അയാൾ സ്വയം തന്നെ തന്നെ ഇത്രയും കാലം തന്നെ നശിപ്പിച്ചതോർത്ത് വെറുപ്പ് വന്ന് പരിതപിച്ച് പശ്ചാത്തപിച്ച് ഇങ്ങനെ സ്വയം വിചാരിക്കുകയാണ്, നശ്വരമായിട്ടുള്ള ഈ ശരീരത്തിന് വേണ്ടി ഞാനിങ്ങനെ സ്ത്രീകളുടെ കളിപ്പാട്ടമായല്ലോ എന്നോർത്ത് സ്വയം നിന്ദിച്ച് പശ്ചാത്തപിച്ച് ആത്മാവിനെ നിയന്ത്രിച്ച് വിവേകം കൊണ്ട് ശുദ്ധനായിത്തീരുന്ന കാര്യമാണ് ആ അയിളഗീതയിൽ പറയുന്നത്. ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.